എന്താണ് നിങ്ങൾക്ക് തോന്നും ഇത് നിങ്ങൾ മാത്രമാണ്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ എടാ ഇപ്പം നിങ്ങളുടെ ഇത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു കൊല്ലം പറയുമായിരിക്കും, അത് കഴിഞ്ഞ് അവർക്ക് വേറെ ആളുകളെ കിട്ടും. ഇങ്ങനെ പറയുന്നവർക്ക് ആളെ കിട്ടാനാണോ താമസം? റിപ്പീറ്റ് ചെയ്തു, സൂപ്പർ റിപ്പീറ്റ് ചെയ്തു, അവർക്ക് ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. അവർക്ക് 550 തന്നെ സ്റ്റക്കായി പോവാണ്. എനിക്കതിൻ്റെ മുകളിലോട്ട് പറ്റുന്നില്ല. ചേച്ചി എൻ്റെ 100% കൊടുത്തു. പക്ഷേ അതിൽ കുറച്ച് പേരുടെ വീട്ടുകാർക്ക് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല. ബാക്കി കുറച്ച് പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. പക്ഷേ എന്നാലും അവർ ഞാനും 2 വർഷം റിപ്പീറ്റ് ചെയ്തു. അറിയില്ല ഇനി ഇപ്രാവശ്യം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ ഞാൻ ഓക്കെ ആണ്. റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ വേറെ കോഴ്സ്, വേറെ എൻട്രൻസ് ഒക്കെ എഴുതുന്നുണ്ട്. അഗ്രികൾച്ചറിനോ അങ്ങനെ ഏതെങ്കിലും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ഇന്നൊരു വെറൈറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ വീഡിയോ. ഇത് നമ്മളുടെ ഹോസ്റ്റലിൻ്റെ ടെറസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് കുറേ പേര് പറയാറുണ്ട്, ചേച്ചി ഡെയിലി എന്തെങ്കിലും പറഞ്ഞൊക്കെ വീഡിയോ ഇടുക, ചേച്ചിയുടെ സംസാരം കേൾക്കാനൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ. പിന്നെ ചിലവർ പറയും ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ അവരോട് അതായത് ഞാൻ നേരിട്ട് അവരോട് സംസാരിക്കുന്ന പോലെ തോന്നും എന്നൊക്കെ. താങ്ക് യു. സ്കില്ലാണ് ഗൈസ്, ടാലൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, ഒരു വോയിസ് മെസ്സേജ് വന്നടാ ഇന്ന്, അത് കാരണമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഒരു വെറൈറ്റി ആയിരുന്നു. എനിക്ക് ഡെയിലി ഒത്തിരി മെസ്സേജസ് വരാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സമയത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും ഞാൻ കേൾക്കുന്നത്. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഗായിരിക്കും ഇവിടെ. ഒരു 10-20 ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലാങ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എസ്സേ ടൈപ്പ് ചെയ്തിടാതെ വോയിസ് മെസ്സേജ് ഇടാൻ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു കളക്ഷൻ ഓഫ് വോയിസ് നോട്ടാണ്, ഒരു 10, 20, 25 വോയിസ് നോട്ടാണ് അടുപ്പിച്ചിടുന്നത്. എടാ അങ്ങനെ ഇടുന്നവരോട് നിങ്ങൾ ആദ്യം ഒരു വോയിസ് നോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് റിപ്ലൈ ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യടാ. ഇത് ഇത്രയും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വായിക്കാനും കൂടെ തോന്നത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഒത്തിരി ബാക്കി കുറേ വോയിസ് നോട്ട് അതിൻ്റെ താഴെ ഭയങ്കര സങ്കടപ്പെടുന്ന മെസ്സേജസൊക്കെ കാണുന്നവരോട് ഞാൻ എന്നെ വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും അങ്ങനെ ഒരാളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജാണ് കേട്ടോ. ആ വോയിസ് ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഞാനങ്ങനെ ഇങ്ങനെ എന്നെ പരിചയമില്ലാത്തവരടുത്തും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ ചേച്ചിയുടെ വീഡിയോ ഒക്കെ ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മളെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ചില ഇതിലൊക്കെ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. ചില വീഡിയോസൊക്കെ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ചില വീഡിയോ ഒക്കെ എനിക്ക് തോന്നാറുള്ളത്. നമ്മളെ, അതായത് ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു രീതിയിൽ തന്നെ നമ്മളെ നേരെ നിന്നുകൊണ്ട് ചിലപ്പോൾ വേറൊരാളോട് പറയുമ്പോൾ അവർക്ക് ഇത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ സിറ്റുവേഷനൊക്കെ അനുഭവിച്ച ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാകുള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ വീഡിയോസ് ഇനിയും ചെയ്യണം. ഞാനും 2 വർഷം റിപ്പീറ്റ് ചെയ്തു. അറിയില്ല ഇനി ഇപ്രാവശ്യം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ ഞാൻ ഓക്കെ ആണ്. റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ വേറെ കോഴ്സ്, വേറെ എൻട്രൻസ് ഒക്കെ എഴുതുന്നുണ്ട്. അഗ്രികൾച്ചറിനോ അങ്ങനെ ഏതെങ്കിലും. എടാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഒത്തിരി മെസ്സേജസ് വരുന്നതും ഭൂരിഭാഗവും ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കൊച്ചുങ്ങളുടെ ആയിരിക്കും. അതായത് അവർ റിപ്പീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, സൂപ്പർ റിപ്പീറ്റ് ചെയ്തു, അവർക്ക് ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. അവർക്ക് 550 തന്നെ സ്റ്റക്കായി പോവാണ്. എനിക്കതിൻ്റെ മുകളിലോട്ട് പറ്റുന്നില്ല. ചേച്ചി എൻ്റെ 100% കൊടുത്തു. പക്ഷേ അതിൽ കുറച്ച് പേരുടെ വീട്ടുകാർക്ക് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല. ബാക്കി കുറച്ച് പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് പേടിയാണ്, ഇനി എന്ത് ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇനി ചെയ്താൽ കിട്ടുമോ, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോടാ, നമുക്ക് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടല്ലേ ഇത് നിങ്ങൾക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ റിപ്പീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, പരമാവധി അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു. പക്ഷെ അത് മൂവ് ഓൺ ചെയ്യാൻ തയ്യാറാണ്. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല. ഞാൻ തന്നെയും കുറേ പേരോട് പറഞ്ഞു, അതായത് സൂപ്പർ റിപ്പീറ്റ് കഴിഞ്ഞവർ വേറെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യാൻ. അത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോടാ, ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ 12th കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നീറ്റിന് പഠിക്കുന്ന ഒരു പുറം ലോകം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ നീറ്റ് MBBS എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരോട് കുറേ പേരോട് പാർഷ്യൽ ഡ്രോപ്പ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറെ കോഴ്സിന് ജോയിൻ ചെയ്ത് കുറച്ച് കൊച്ചുങ്ങളെയും ഇവിടുത്തെ ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മൈൻഡിന് തന്നെ ഒരു ചേഞ്ച് വരാൻ വളരെ സാധ്യതയുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാം. ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മനസ്സിനൊരു ചേഞ്ച് വന്നുകൊണ്ട് നമുക്ക് പഠിക്കാനൊരു മോട്ടിവേഷനാകും. അങ്ങനെ 2 ഇതുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് കുറേ പേരോട് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. പാർഷ്യൽ ഡ്രോപ്പ് ചെയ്താൽ കിട്ടത്തില്ല എന്നല്ല, നമ്മൾ അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ തന്നെയും എനിക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ആ ഒരു ബോധം വന്നത്. ഞാൻ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്ത ഒരാളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് കോഴ്സ് ഇങ്ങോട്ട് വന്ന് നീറ്റ് അടുക്കാറായപ്പോഴാണ് ശരിക്കും ആ ഒരു ബോധം വന്നത്. നമ്മൾ തുടക്കം മുതലേ അതിൽ നിന്നും വന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സ്കോർ ചെയ്തതിനെക്കാട്ടിൽ നല്ല മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഥവാ MBBS തന്നെ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ താഴെയുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സസ് എടുക്കാനും പറ്റും. ഞാൻ പറഞ്ഞതാണ്, ഒരു പ്രോബബിലിറ്റി പറഞ്ഞതാണ്. കിട്ടാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ വിചാരിച്ച് നല്ല രീതിയിൽ ശ്രമിച്ചാൽ MBBS തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങൾ കുറേ വട്ടം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് വലിക്കുന്ന എന്തോ ഒരു എലമെൻ്റ് അതിനകത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഇപ്പോഴത്തെ നീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിനകത്തുള്ള അക്കാഡമിക് ബ്രില്യൻസ് ആണ് അളക്കുന്നത്. അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് ഇല്ലാണ്ടായി പോവുക. എല്ലാവരും ഇപ്പോൾ ഫിസിക്സിൽ ബ്രില്യൻ്റ് ആയിരിക്കണം എന്നില്ല. ചിലവർക്ക് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ അത്ര സ്കില്ലൊന്നും കാണത്തില്ല. പക്ഷേ ഒരു ഡോക്ടർക്ക് ശരിക്കും ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലല്ല വേണ്ടത്. അതിപ്പോൾ NTA മനസ്സിലാക്കണം എന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം കോമ്പറ്റീഷനാണ്. അന്നേരം ഈ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, അതാണ് നമ്മുടെ ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളയടാ. നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് വന്നാലും നമ്മളൊരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു 28-29 വയസ്സാവും നിങ്ങൾ MBBS എന്ന് പറയുന്ന ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് PG എടുത്തൊന്ന് സെറ്റിലാവാൻ. അപ്പോൾ നിങ്ങൾ ഈ തന്നെയും പിന്നെ കുറേ വർഷം റിപ്പീറ്റും കൂടെ ചെയ്തുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് ഫുൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഈ 20 to ഒരു 25 എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പഠിച്ച് നമ്മുടെ ലൈഫ് എന്തെന്നില്ലാത്ത രീതിയിൽ ഇങ്ങനെ നമുക്ക് എന്തുവാ അടുത്തത് കിട്ടുമോ ഇല്ലയോ അങ്ങനത്തെ രീതിയിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങ് വേസ്റ്റ് ആക്കുമല്ലേ. നമ്മൾ കുറേ വട്ടം ട്രൈ ചെയ്തിട്ട് അതിനൊരു ഫലമില്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നത് തന്നെയാണോ നല്ലത്? അതാണ് വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ പരമാവധി നിങ്ങളുടെ 100% കൊടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളതങ്ങ് വിട്ട് കളഞ്ഞേക്കടാ. ഈ ലോകത്ത് ഇത് മാത്രമല്ലല്ലോ. കൂളായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ മാത്രമാണ്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇത് കഴിഞ്ഞ് അവർ ചിലപ്പോൾ 1 കൊല്ലം പറയുമായിരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് വേറെ ആളുകളെ കിട്ടും. ഇങ്ങനെ പറയുന്നവർക്ക് ആളെ കിട്ടാനാണോ താമസം? അപ്പോൾ പിന്നെ അങ്ങനെ അവർ ഇന്നും ഇന്നലെ എന്നും ഇങ്ങനെ നിങ്ങളുടെ കാര്യമൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. എൻ്റെ പരിചയത്തിൽ എൻ്റെ വീടിനടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഇതുപോലെ 2 വട്ടം റിപ്പീറ്റും ചെയ്തിട്ട് കിട്ടിയില്ല. ആ ചേച്ചി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുവാണ്. ചേച്ചിയുടേതായ ഒരു ഡിഗ്രി സബ്ജക്റ്റ് എഴുതി പോയി. ശരിക്കും പറഞ്ഞാൽ ഈ നീറ്റിന് വേണ്ടി പഠിച്ച ഒരാളുണ്ടല്ലോ അവിടെ എങ്ങും തോറ്റു പോകത്തില്ല. കാരണം നമുക്ക് ഈ എങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു സ്കില്ല് നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു സ്കില്ലിൻ്റെ പകുതി നമ്മൾ ഈ സാധാ ഒരു BSc കോഴ്സിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടോപ്പ് എത്താൻ പറ്റും ശരിക്കും. അങ്ങനെ ഇപ്പോൾ ചേച്ചി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിനൊക്കെ ജോയിൻ ചെയ്തു, PhD എടുത്തു. അപ്പം അത്രയൊക്കെ ഉള്ളടാ ലൈഫ്, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ചെറിയിടത്തും നമ്മൾ തട്ടി വീണാൽ നമ്മൾ അതിനേക്കാട്ടിൽ വലുത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ കോച്ചിങ്ങിന് പോകുന്ന ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. എങ്ങനെ പഠിക്കണം, ഏത് സബ്ജക്റ്റിലായാലും എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. കൂളായിട്ടിരിക്കുക. ഇതിനകത്തിൽ തട്ടി വീണാലും നിങ്ങൾക്ക് ഇതിനെക്കാട്ടിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. വിട്ട് കൊടുക്കുന്നത് ഒരു കഴിവാണെന്ന് ആലോചിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മളതങ്ങ് വിട്ടേക്കണം. നമുക്ക് അതിലും വലുത് നേടിയെടുക്കാൻ പറ്റും. നേടിയെടുക്കാൻ പറ്റും. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അത് കിട്ടത്തില്ല, അങ്ങനെയൊന്നും ഇല്ലടാ. നമ്മൾ ഇത് തന്നെ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ശ്രമിച്ചിട്ടും കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ ടാലൻറ്റ് ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്സിലായിരിക്കത്തില്ല ടാലൻറ്റ്, വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങളത് കണ്ടെത്തി നിങ്ങളത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും മാറാവുന്ന സങ്കടവും വിഷമവും ഒക്കെ നിങ്ങൾക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ കൂളായിട്ടിരിക്കണം. ടാറ്റാ. ആ ഓഡിയോ ഇട്ട ഒരാൾക്കൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഒരു മൈൻഡ് അതാണ് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും സൂയിസൈഡൊന്നും വരത്തില്ല. അപ്പോൾ ശരിയാടാ, ടാറ്റാ.